നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. സി സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസിലെ പ്രതികൾക്ക് നാട്ടിൽ അനുവദിച്ച യാത്രയപ്പ് വിവാദത്തിൽ പ്രതികരിച്ച് കെ ശൈലജ. തന്റെ അറിവിൽ അവർ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും മാന്യമായി ജീവിതം നയിക്കുന്നവരാണെന്നും ശൈലജ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനിക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. സംഭവത്തിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും DGP. ADN നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കോടതിയിൽ. ഹർജി കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാണിച്ച്. പള്ളൂർ സർവീസ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കെ സ്കൂട്ടർ തീപിടിച്ച് കത്തിനശിച്ചു. കത്തിയത് KL18Y6491 നമ്പർ സ്കൂട്ടർ. വിശദമായ വാർത്തകളിലേക്ക്. സി സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസിലെ പ്രതികൾക്ക് നാട്ടിൽ അനുവദിച്ച യാത്രയപ്പ് വിവാദത്തിൽ പ്രതികരിച്ച് കെ ശൈലജ ടീച്ചർ. നാട്ടുകാരി എന്ന നിലയിലാണ് താൻ പങ്കെടുത്തതെന്നാണ് വിശദീകരണം. താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകയാണ്, അവരും പാർട്ടി പ്രവർത്തകരാണ്. തന്റെ അറിവിൽ നാട്ടിൽ അവർ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, മാന്യമായി ജീവിതം നയിക്കുന്നവരാണ്. താൻ പങ്കെടുത്തത് ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനല്ല, കോടതിയുടെ വിധിയെ മാനിക്കുന്നതായും കെ ശൈലജ പ്രതികരിച്ചു. പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പ്രതികളുടെ കുടുംബാംഗങ്ങൾ ഏറെയാണ്. അവർ തെറ്റുകാരല്ലെന്ന് അവരുടെ കുടുംബം വിശ്വസിക്കുന്നു. എങ്കിലും കോടതി വിധിയെ തങ്ങൾ മാനിക്കുന്നു. ഇത് യാത്രയയപ്പായി കാണാൻ കഴിയില്ലെന്നും തെറ്റായ യാതൊരു സന്ദേശവും ഇതിൽ ഇല്ലെന്നും കെ ശൈലജ പറഞ്ഞു. ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട കുഞ്ഞീഷ്ണ മാഷ് അടക്കമുള്ള ആളുകൾ, രവീന്ദ്ര മാഷ് അടക്കമുള്ള ആളുകൾ സ്കൂൾ അധ്യാപകരായിരുന്നു. ഒരാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആ സമയത്ത് കുഞ്ഞീഷ്ണ മാഷ് അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമുക്കതൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം കേസിൽ കോടതി അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. 30 വർഷത്തിന് ശേഷം അവർ ജയിലിലേക്ക് പോവുകയാണ്. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ്. കാരണം അവരാരും കുറ്റം ചെയ്തിട്ടില്ലാണെന്ന് അവരും വിശ്വസിക്കുന്നത്, കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത്. അവർ ജയിലിലേക്ക് പോകുന്ന സമയം അവരുടെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ നാട്ടുകാരാണ്. അവരുടെ കുഞ്ഞുങ്ങളും അവരും എല്ലാം അവിടെയുണ്ട്. അവർ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചതുപോലെ, മാധ്യമങ്ങളിൽ കൊടുത്തതുപോലെ ഒരു വലിയ യാത്രയയപ്പ് എന്നൊന്നും അതിനെ കാണാൻ സാധിക്കില്ല. അവർ വർഷങ്ങൾക്ക് ശേഷം 8 വർഷക്കാലത്തേക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ആ സംഭവത്തിൽ കാണേണ്ടതായിട്ടുള്ളൂ. BJP നേതാവും രാജ്യസഭാ MPയുമായ സി സദാനന്ദൻ വധശ്രമ കേസിലെ 8 CPM പ്രവർത്തകർ വർഷങ്ങൾക്ക് ശേഷം കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. പ്രതികളെ വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. എന്നാൽ ശിക്ഷാവിധിക്കെതിരെ മേൽക്കോടതികളിൽ അപ്പീൽ നൽകി ജാമ്യത്തിലായിരുന്നു പ്രതികൾ. 7 വർഷത്തെ തടവാണ് പ്രതികൾക്കെതിരെ വിധിച്ചിരുന്നത്. സുപ്രീം കോടതിയും അപ്പീൽ തള്ളിയതാണ്. മട്ടന്നൂർ ഉരുവച്ചാലിലെ പഴശ്ശി രക്തസാക്ഷി മന്ദിരത്തിൽ നിന്ന് CPM നേതാക്കളും പ്രവർത്തകരുമാണ് ഇവർക്ക് യാത്രയയപ്പ് നൽകിയത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനിക്കെതിരെ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ സുനിയും കൂട്ടരും മദ്യപിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് DGPയുടെ ഈ പ്രസ്താവന. സംഭവത്തിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും DGP വ്യക്തമാക്കി. അത് നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എൻക്വയറി കണ്ടെടുത്ത് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കണം. അതിന് തീർച്ചയായിട്ടും നമുക്ക് അതിൽ എവിടെ വീഴ്ചകളുണ്ടോ അവിടെ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കണം. നമുക്ക് ഇതിൽ എവിടെ നമുക്ക് വീഴ്ചകൾ കാണുന്നുണ്ടോ അതിന് നമ്മളതിൽ പ്രോപ്പറായിട്ട് നടപടി സ്വീകരിക്കുന്ന ഇന്നത്തെ സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകുന്നുണ്ട്. ഈ സംഭവം അടക്കം അല്ല, ഞാൻ വന്നത് ഇവിടെ ഞങ്ങൾ ഓഫീസേഴ്സിന് കാണാൻ വേണ്ടിയും അവരുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയും പൊതു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വന്നതാണ് ഇവിടത്തേക്കുന്നത്. അതിന് നമ്മുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് അല്ല, നമ്മളിതിൽ ആവശ്യമുള്ള സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസസ്. ഇത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് അന്വേഷണം ചെയ്യുന്നതാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചു. SIT അന്വേഷണം തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കിയും അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുമാണ് മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയത്. കുറ്റപത്രത്തിലെ 13
പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിയായ അന്വേഷണം നടത്തിയാൽ വ്യാജ ആരോപണം തെളിയിക്കാൻ കഴിയും. വകുപ്പ് തല അന്വേഷണത്തിലെ കണ്ടെത്തൽ പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രശാന്തൻ പി ദിവ്യയുടെ ബെനാമിയാണെന്ന സൂചനയുണ്ടായിട്ടും അന്വേഷിച്ചില്ല. ഇലക്ട്രോണിക് തെളിവുകളിൽ പലതിലും ക്രമക്കേടുണ്ട്. CDR പലതും ശേഖരിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു. മാഹി തലശ്ശേരി ബൈപ്പാസിൽ പള്ളൂർ സബ്സ്റ്റേഷന് സമീപം സർവീസ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കെ സ്കൂട്ടറിന് തീപിടിച്ചു. KL 18Y 6491 നമ്പർ സ്കൂട്ടറാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. KL 18Y 6491 നമ്പർ സ്കൂട്ടറാണ് കത്തിനശിച്ചത്. കുഞ്ഞിപ്പള്ളി സ്വദേശി മുഹമ്മദ് ഷബീലാണ് വണ്ടി ഓടിച്ചിരുന്നത്. പുക വരുന്നത് കണ്ട് വണ്ടി നിർത്തിയപ്പോഴാണ് തീ ആളിക്കത്തിയത്. സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു. മാഹി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കുകയായിരുന്നു. മാഹിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി CPIMന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പുതുച്ചേരി സർക്കാർ മാഹിയോട് തുടരുന്ന അവഗണനയ്ക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ മാഹി സിവിൽ സ്റ്റേഷനിലേക്ക് നടന്ന ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഗേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനു വേണ്ടി CPMന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. പുതുച്ചേരി സർക്കാർ മാഹിയോട് തുടരുന്ന അവഗണനയ്ക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ മാഹി സിവിൽ സ്റ്റേഷനിലേക്ക് നടന്ന ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുച്ചേരി പ്രദേശത്ത് മാഹി പ്രദേശത്ത് ഉൾപ്പെടെ പറ്റാത്ത എന്തുകൊണ്ടാണ്? അപ്പൊ അതല്ല ആവശ്യം. അത്തരം കാര്യങ്ങൾ ചെയ്യുകയല്ല ഉദ്ദേശം. ഇരട്ട എഞ്ചിനുണ്ടായിട്ട് കാര്യമില്ല. ജനങ്ങളെ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകണം. അതാണ് ഈ നാടിന്റെ ശാപമെന്ന് ഈ നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യർ തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞില്ലേ, 1968 മുതൽ 38 വർഷത്തിന് ശേഷമാണ് അതും സുപ്രീം കോടതിയിൽ ശ്രീ അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പ് നടന്നു 5 വർഷം തദ്ദേശ സർക്കാരുണ്ടായി. പിന്നെ നോക്കുമ്പോഴത്തേക്ക് 10-14 വർഷം ആ സർക്കാരിന്റെ തദ്ദേശ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുമ്പോഴത്തേക്ക് 10-14 വർഷക്കാലത്തോളം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പേ ഇല്ല. തെരഞ്ഞെടുപ്പ് നടക്കാത്തല്ല. ഒരു സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? സംവരണ വാർഡുകൾ നിശ്ചയിക്കണം. സുപ്രീം കോടതിയിൽ വീണ്ടും കേസ് പോയി. 2018 സുപ്രീം കോടതി ഇവിടെ പറഞ്ഞല്ലോ, വീണ്ടും വിധി പറഞ്ഞു. അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടക്കണം. അതിനെ വരെ കോട്ടലക്ഷ്യത്തിന് പോയി കോടതിയിൽ. സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു 6 മാസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കണം. KP നൌഷാദ് അധ്യക്ഷനായി. CK രമേശൻ, മുഹമ്മദ് അഫ്സൽ, V ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് T അശോക് കുമാർ, K ജയപ്രകാശൻ, VM സുകുമാരൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുക, റേഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുക, ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, ഒഴിവുള്ള മുഴുവൻ തസ്തികയിലും നിയമനം നടത്തുക, ബൈപ്പാസ് അപ്രോച്ച് റോഡ് പണി പൂർത്തിയാക്കുക, മാഹി സ്പിന്നിംഗ് മിൽ തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മാഹി പള്ളി മൈതാനം കേന്ദ്രീകരിച്ചാണ് മാർച്ച് നടത്തിയത്. മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായ കൂറ്റൻ വാട്ടർ ടാങ്കിന് കീഴിൽ ഭീതിയോടെ കഴിയുകയാണ് പാറാൽ പൊതുവാച്ചേരി ഗ്രാമം. കനത്ത മഴയിൽ ജൂൺ 6-നാണ് പൊതുവാച്ചേരിയിലെ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നിടത്തെ മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായത്. ഇതോടെ 5ഓളം വീട്ടുകാരും
പൊതുവാച്ചേരി വെസ്റ്റ് LP സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഭീഷണിയിലാണ്. അഞ്ചു വർഷം മുൻപാണ് 20,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന കൂറ്റൻ വാട്ടർ ടാങ്ക് തലശ്ശേരി നഗരസഭ പൊതുവാച്ചേരിയിൽ നിർമ്മിച്ചത്. സമീപത്തെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു ഇത്. കനത്ത മഴയിൽ ഇക്കഴിഞ്ഞ ജൂൺ 6-നാണ് ഇന്ദ്രാസിൽ രശ്മിയുടെ വീടിന്റെ സൺഷൈഡിലേക്കുൾപ്പെടെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നിടത്തെ മണ്ണിടിഞ്ഞു വീണത്. തലശ്ശേരി നഗരസഭാ അധ്യക്ഷ KM ജനറൽ ടീച്ചർ, കൗൺസിലർ ഗീത തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അന്ന് മുതൽ പാനൂരിലെ കുടുംബ വീട്ടിൽ മാറി താമസിക്കുകയാണ് രശ്മിയും മക്കളും പ്രായമുള്ള രക്ഷിതാക്കളും. തൊട്ടുതാഴെ പൊതുവാച്ചേരി വെസ്റ്റ് LP സ്കൂളിൽ പഠിക്കുന്ന രശ്മിയുടെ മകന് അന്നു മുതൽ വിദ്യാലയത്തിൽ പോകാനായിട്ടുമില്ല. കൂറ്റൻ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലായത് കാണിച്ച് രശ്മി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ദുരന്ത നിവാരണ നിയമം 33, 34 വകുപ്പ് പ്രകാരം വീടിനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ തലശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് ജൂലൈ 11-ന് കലക്ടർ ഉത്തരവ് നൽകി. എന്നാൽ ഈ ഉത്തരവിനും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും രശ്മി പറയുന്നു. ഇതാണ് ടാങ്ക്. ഇത് എൻ്റെ വീട്ടിൻ്റെ ഇവിടെ ഞാൻ താമസിക്കുന്ന ഞാനും 2 കുട്ടികളും പിന്നെ വയസ്സായ അച്ഛനും അമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ ഇവരോട് ഈ ടാങ്ക് എടുക്കുമ്പം തന്നെ പറഞ്ഞിനി ഈ ടാങ്ക് ഇവിടെ എടുക്കാൻ പാടില്ല, ഈ മണ്ണിന് ഉറപ്പില്ല, താഴെ നമുക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞിനി. പക്ഷെ അവരത് കേട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇത് കണ്ണൂർ കലക്ടറേറ്റ് പോയിട്ട് ഇത് കെട്ടിത്തരാനോ ഉള്ള ഓർഡർ പോയിട്ട് വാങ്ങിയിന് ഉത്തരവ്. പക്ഷെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചിട്ടും ഇവർ ഒരു ആക്ഷൻ 1 മാസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്തെന്നാ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഇത് വളരെ അപകടകരമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. മണ്ണ് ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ട്. പിന്നെ കുട്ടികളെ വിദ്യാഭ്യാസം എല്ലാം തടസ്സപ്പെട്ടിട്ടാണ് ഉള്ളത്. നമ്മളിപ്പം ബന്ധു വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിൽ പോകാനോ ഒന്നും ഇപ്പം സാധിക്കുന്നില്ല. ലോണ് എടുത്ത വീടാണിത്. പക്ഷെങ്കിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു തരുമോ, ഇവിടെ താമസിക്കാൻ പറ്റണം നമുക്ക്. അതാണ് ഇപ്പോൾ വേണ്ടത്. അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്ക് വീണാൽ 5ഓളം വീട്ടുകാരെ ഇത് സാരമായി ബാധിക്കും. വീടുകളിൽ കിടപ്പ് രോഗികളടക്കമുള്ളവർ ഉണ്ടെന്നും എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണ് സമീപവാസികളായ വീട്ടുകാർ. 1.5 മാസം ആണ് മുമ്പേ ഇടിഞ്ഞു വീണൊരു കുന്നാണിത്. ഈ കുന്ന് ഇപ്പോൾ ടാങ്കിൻ്റെ 1.5 മീറ്ററായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 1 മീറ്റർ ചുരുങ്ങിയിട്ടുണ്ട്. ഏകദേശം 40 അടി താഴത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ ടാങ്ക് ഇടിഞ്ഞു വീണാൽ ആകാതെ വീട് മാത്രമല്ല 5 വീടുകളുണ്ട്. ഇലക്ട്രിക് ലൈൻ കൂടെ അടുത്ത് പോകുന്നുണ്ട്. ഒരു 50 മീറ്റർ അപ്പുറത്ത് LP സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ ബാത്റൂമുണ്ട്. ഇത്രയും അപകടമാണ് ഈ അവസ്ഥയിൽ. ഇത് കലക്ടറോട് പറഞ്ഞു, ഇവിടുത്തെ വാർഡ് പേഴ്സണോട് പറഞ്ഞു, ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞു, വില്ലേജ് പറഞ്ഞു, ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കോടതിയിൽ മൂവ് ചെയ്യാന്നുള്ള രീതിയിലെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇപ്പം ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്നാണ് നാട്ടുകാരെല്ലാവരും ആഗ്രഹം. ഞങ്ങളിവിടെ സമീപവാസികളാണ്. ഈ വീട്ടിന് മാത്രമല്ല പ്രശ്നമുള്ളത്, താഴെ എല്ലാ വീട്ടിനും പ്രശ്നമാണ്. കാരണം ഇത് ചെറിയൊരു ഇതല്ലല്ലോ, വലിയൊരു സാധനമാണ് ഇത് വീഴുന്നത്. വീണ് കഴിഞ്ഞാലുള്ള പ്രത്യാഘാതം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അതൊരു വല്ലാതെ വിഷമം. അതുകൊണ്ട് എന്തായാലും ഇത് പൊളിച്ചു മാറ്റി തരണം. കാരണം അതുകൂടാതെ സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ സുഖമില്ലാത്ത ആളുള്ള വീടുണ്ട്, നടക്കാൻ പോലും പറ്റാത്ത, അതെല്ലാം ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളും രശ്മീൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർ തന്നെയാണ്. നമുക്കും ഈ ടാങ്ക് വീഴുന്നതിൽ ഭയങ്കര പേടിയുണ്ട്. ഇത് പൊളിച്ച് മാറ്റുക തന്നെ വേണം. അത് തന്നെയാണ് ഇപ്പോഴത്തെ ആവശ്യം. മണ്ണ് ഇടിഞ്ഞ് വീണത് തന്നെ കാണുമ്പം പേടിയാവുന്നുണ്ട്. നമുക്കും പ്രായമുള്ള വീട്ടിലെ അമ്മമാരെല്ലാം ഉണ്ട്. അവരെയും കൊണ്ടൊന്നും എവിടെയും പോകാനും പറ്റൂല. വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലായതോടെ സമീപത്തുള്ള പൊതുവാച്ചേരി വെസ്റ്റ് LP സ്കൂളും ഭീതിയിലാണ്. സ്കൂളിൻ്റെ മൂത്രപ്പുര സ്ഥിതി ചെയ്യുന്നതും വാട്ടർ ടാങ്കിന് സമീപത്ത് തന്നെയാണ്. എത്രയും വേഗം ടാങ്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകരും പരാതികളുമായി രംഗത്തുണ്ട്. നമുക്ക് കുട്ടികളെ ടോയ്ലറ്റിലേക്ക് വിടാൻ വരെ പേടിയാണ്. കാരണം ടാങ്ക് അത്ര അടുത്താണുള്ളത്. അതുപോലെ നമ്മുടെ ഒരു കുട്ടിയുടെ വീടിൻ്റെ താഴെയാണ് പൊളിഞ്ഞു വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് 1 മാസത്തോളമായി നമ്മുടെ സ്കൂളിൽ വരാൻ പറ്റിയിട്ടില്ല. കുട്ടി വീട് മാറിയിട്ടാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റിയാൽ ആ കുട്ടിയുടെ വീടും നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിലെ മറ്റു മക്കളെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റണം. ഈ ഒരു വാട്ടർ ടാങ്ക് ഈ ഒരു അവസ്ഥയിലായിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ ബാത്റൂം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഈ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ് ബാത്റൂം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ KG ബിൽഡിങ്ങും വളരെ അടുത്താണ്. ഇവിടെ ഈ വഴിയാണ് കുട്ടികൾ ബാത്റൂമിലേക്ക് പോകുന്നത്. അതേപോലെ വിദ്യാലയത്തിലേക്കുള്ള വാഹനങ്ങൾ വരുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു മതിൽ കെട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ അത് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രക്കും
അപകടാവസ്ഥയിലാണുള്ളത്. അത് പൊളിച്ചു മാറ്റുക തന്നെ വേണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇത്രയും ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് പണിയുമ്പോൾ മണ്ണ് പരിശോധന നടത്തിയില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഈ ടാങ്ക് വാട്ടർ ടാങ്ക് എടുക്കുമ്പോൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമ തന്നെ പല പ്രാവശ്യം അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഇവിടെ ടാങ്ക് എടുക്കാൻ പറ്റില്ല. അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അവർ ടാങ്കിൻ്റെ പ്രവർത്തനം നടത്തിയത്. ഈ ടാങ്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു വെയിറ്റുള്ള ഒരു വലിയ ഒരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ സോയിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് സാധാരണ ബിൽഡിങ് ഇറക്റ്റ് ചെയ്യുക. കാരണം ടാങ്ക് എന്ന് പറയുന്നത് വാട്ടർ കപ്പാസിറ്റി ഉള്ള വെയിറ്റുള്ള, അപ്പോൾ അതിൻ്റെ സോയിൽ ടെസ്റ്റിംഗ് ഒന്നും ഇവർ നടത്തിയിട്ടില്ല. അതായത് ഒരു ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഇല്ലാതെയാണ് ഇത് കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അതുതന്നെ നമുക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു ഭയാനകമായ ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ
049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. മറ്റു വാർത്തകളിലേക്ക്. ഓണവിപണിയെ വരവേൽക്കാനൊരുങ്ങി ഖാദി ബോർഡ്. പുതിയ തലമുറയെ ആകർഷിക്കും വിധമുള്ള ഫാഷനുകളുമായാണ് ഈ വർഷം ഖാദി ഓണവിപണി കീഴടക്കാനെത്തുന്നത്. നവതലമുറകളായ ജെൻസിക്കും ജെൻ ആൽഫയ്ക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പുതിയ ഖാദി എന്ന് കണ്ണൂരിൽ ഖാദി ഓണം മേള ഉദ്ഘാടനം ചെയ്ത് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു. ഓണവിപണിയെ വരവേൽക്കാനൊരുങ്ങി ഖാദി ബോർഡ്. പുതുതലമുറയെ ആകർഷിക്കും വിധമുള്ള ഫാഷനുകളുമായാണ് ഈ വർഷം ഖാദി ഓണവിപണി കീഴടക്കാനെത്തുന്നത്. നവതലമുറകളായ ജെൻസിക്കും ജെൻ ആൽഫയ്ക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പുതിയ ഖാദിയെന്ന് കണ്ണൂരിൽ ഓണം ഖാദി മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു. എല്ലാ പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ, വിവിധ ഖാദി ഉൽപ്പന്നങ്ങൾ, 30% റിബേറ്റും ഒപ്പം സമ്മാന പദ്ധതിയുമായി ഓണവിപണിയിലെ മത്സരം നേരിടാൻ ഖാദിയും ഒരുങ്ങിയിരിക്കുകയാണ്. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷനായി. പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി സമ്മാന കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. റിയൽ സ്വർണ എന്ന ഇൻസ്റ്റഗ്രാം വനിതാ വ്ളോഗർ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അപമാനിക്കുന്നതായി ഗവൺമെന്റ് പൊതുമരാമത്ത് വകുപ്പ് അംഗീകൃത കരാറുകാരനായ അനൂപ് തവര. തനിക്കുണ്ടായ മാനനഷ്ടത്തിനും അവഹേളനത്തിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടമ്പൂർ പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്ത മമ്മാക്കുന്ന് പുഞ്ചിരിമുക്ക് റോഡുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. 2020 മാർച്ച് 18 ഗ്രാമപഞ്ചായത്ത് ടെൻഡർ പ്രകാരം നിർമ്മാണ സാധനങ്ങൾ എത്തിച്ചു നൽകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. 5 വർഷം മുൻപ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പഞ്ചായത്ത് നേരിട്ടു ചെയ്ത പ്രവൃത്തിയാണിത്. റിയൽ സ്വർണ സോഷ്യൽ മീഡിയയിൽ പരാമർശിച്ച റോഡിന്റെ പ്രവൃത്തിയുമായി താൻ പ്രവർത്തിക്കുന്ന തവര അസോസിയേഷന് ബന്ധമില്ല. പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയ പ്രവൃത്തിക്ക് തന്നെ പഴിചാരുകയാണ്. യാതൊരു കാര്യവും അന്വേഷിക്കാതെ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ വ്ളോഗർ റിയൽ സ്വർണ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. തൻ്റെ വീഡിയോവിന് റീച്ച് കിട്ടുന്നതിനായി മനഃപൂർവ്വം തൻ്റെ ജോലിയെയും പ്രവർത്തനങ്ങളെയും അപകീർത്തിപ്പെടുത്തുകയാണ്. റോഡിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. കാരണം റോഡ് വളരെ മോശമായ രീതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും അതിൽ ഒരാൾക്കും ഇതിൽ നടന്നു പോകാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലോഗർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കാരണം ആ റോഡുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ ആ റോഡ് ചെയ്യുന്നത് കടമ്പൂർ പഞ്ചായത്തിൻ്റെ അധീനതയിലാണ്. അപ്പോൾ ആ റോഡ് ശരിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ്. അത് തൊഴിലുറപ്പുകാരാണ് ആ റോഡ് കോൺക്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു അറിവും ഇല്ലാതെ, കാരണം ഒരുപാട് ബ്ലോഗർമാരുണ്ട് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ബ്ലോഗ് ചെയ്യാറ്. പക്ഷേ ഇവർ ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാതെ എന്തൊക്കെയോ എടുത്തു പറയുക എന്ന്, കുറേ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുക എന്ന് പറഞ്ഞത് മൂലം എനിക്ക് ഞാൻ സമൂഹത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വരുന്ന ഒരാളാണ്. എങ്കിലും എനിക്ക് എൻ്റെ പേരിന് വളരെ മോശമായ പേര് മോശമാക്കാൻ വേണ്ടിയിട്ട് തന്നെ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. തനിക്കേറ്റ സാമ്പത്തിക മാനനഷ്ടങ്ങൾക്ക് പരിഹാരമായി 1 കോടി രൂപ നഷ്ടപരിഹാരമായോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച കാര്യങ്ങൾ തെറ്റാണെന്ന് നിരുപാധികം മാപ്പ് പറയുകയോ വേണമെന്നാവശ്യപ്പെട്ട്
അഡ്വക്കേറ്റ് ആർ മഹേഷ് വർമ്മ വഴി മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അനൂപ് തവര അറിയിച്ചു. സിവിലായും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണ്ണൂരിലുള്ള പ്രഗത്ഭനായ ഒരു വക്കീലിനെ തന്നെയാണ് ഏർപ്പാടാക്കിയത്. കാരണം ഇങ്ങനെയുള്ള തെറ്റായ നടപടികൾ ചെയ്തതിന് അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ റോജിത് രവീന്ദ്രൻ, കെ ഗംഗാധരൻ, ബൈജു കുണ്ടത്തിൽ എന്നിവരും പങ്കെടുത്തു. പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി ഈസ്റ്റ് വള്ളിയ UP സ്കൂൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, VVPAT സംവിധാനം ഉപയോഗിച്ചാണ് വോട്ടെടുപ്പുകൾ നടത്തിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ VVPAT ഉപയോഗിച്ച് ജനാധിപത്യ രീതിയിലാണ് ഇലക്ഷൻ നടന്നത്. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് ഫാൻ അടയാളത്തിൽ നസ്ല സഫിയയും, കാർ അടയാളത്തിൽ ആൽവിൻ പിയും, ക്ലോക്ക് അടയാളത്തിൽ അഭികൃഷ്ണയും, ഫുട്ബോൾ അടയാളത്തിൽ ഷാനിഫ് സിയും മത്സരിച്ചു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ നിർവഹിച്ചതും വിദ്യാർത്ഥികൾ തന്നെയാണ്. പ്രിസൈഡിംഗ് ഓഫീസറായി മറിയം, പോളിംഗ് ഓഫീസർമാരായി നക്ഷത്ര, യുക്ത, സിയ, നവിക, ഫാത്തിമ എന്നിവരും, പോളിംഗ് ഏജന്റുമാരായി ദേവർഷ്, ധനുർ, നവതേജ് എന്നിവരും, സുരക്ഷാ ഉദ്യോഗസ്ഥരായി ഷിയോൺ, അമൻരാജ് എന്നിവരും തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിച്ചു. വോട്ടിങ്ങിനെക്കുറിച്ചും അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്ന് നമ്മുടെ സ്കൂൾ ഇലക്ഷനാണ്. ഈ സ്കൂൾ ഇലക്ഷനിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 5 സ്ഥാനാർത്ഥികൾ ഇതിനായി മത്സരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും VVPATും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെയാണ് നമ്മുടെ ഈസ്റ്റുള്ള UP സ്കൂളിലും നടക്കുന്നത്. ഇത് നമുക്കൊരു പുതിയ അനുഭവമായ മാതൃകയാണ്. നമ്മളെ അഭിപ്രായം, ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്കൂളിൽ ആദ്യമായിട്ട് അനുഭവമാണ് ഈ സ്കൂളിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പ്രധാനാധ്യാപിക അമൃത, അധ്യാപകരായ നിതിൻ രാജ്, രഞ്ജിത്ത്, അഭിരാഗ്, അതുൽ, റിനിഷ, ജാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ സ്കൂളിൽ 2-3 വർഷമായി ജനാധിപത്യ രീതിയിൽ നമ്മുടെ മക്കളെ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതിനും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും ഒക്കെയായി നമ്മുടെ സ്കൂളിൽ ഈ ഒരു സമ്പ്രദായം, വോട്ടവകാശം എങ്ങനെ കുട്ടികൾക്ക് വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എങ്ങനെയാണ് വോട്ട് ചെയ്ത് നമ്മുടെ പ്രതിനിധിയെ അവിടെ അയക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ ഇതിലൂടെ കുട്ടികൾക്ക് കഴിയുന്നു. അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനുമെതിരെ BJP തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJPയുടെ സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിറ്റിംഗ് വാർഡുകൾ, അവർക്ക് വിജയപ്രതീക്ഷയുള്ള വാർഡുകളിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ അത് കുറ്റമറ്റ രൂപത്തിലാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ വാർഡ് വിഭജനത്തിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് വിവരമില്ലാത്തവനായിരുന്നുവെങ്കിൽ, അത് ബോധപൂർവമല്ലായിരുന്നുവെങ്കിൽ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനവും പ്രതീക്ഷയുമുള്ള വാർഡുകളിലെ വിഭജനത്തിന് ഒരു തർക്കവും ഒരു സംശയവുമില്ല. അവിടുത്തെ സ്വാഭാവിക അതിർത്തിക്കുള്ളിലുള്ള വീടുകൾ വളരെ കൃത്യവും വ്യക്തവും വളരെ സംശയരഹിതവുമായിട്ട് അവർ രേഖപ്പെടുത്തുന്നു. എങ്കിലോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭീതിയുള്ള, ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടെന്നവർ ഭയക്കുന്ന വാർഡുകളിലെ വിഭജനത്തിന് സ്വാഭാവിക അതിർത്തിയിൽ രേഖപ്പെടുത്തിയ വീടുകൾ വീട്ടു നമ്പർ പ്രകാരം മറ്റു വാർഡുകളിലേക്ക് ചേർന്നു. BJP തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് K. രജേഷ് അധ്യക്ഷനായി.
ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി, മുൻ പ്രസിഡന്റ് എൻ ഹരിദാസ്, കെ അജേഷ്, കെ അനിൽകുമാർ, ഇ ആശ, അഡ്വക്കേറ്റ് മിരി ചന്ദ്ര, പ്രീത പ്രദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. BJP മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും പ്രകടനമായാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. കനത്ത പോലീസ് സുരക്ഷ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ഏർപ്പെടുത്തിയിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ കായികമേള നടന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സ്മാരക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. We swear that we will take part in the Higher Secondary School Sports 2025 competition, respecting the regulations which govern them, and with the desire to participate in the true spirit of sportsmanship. തലശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിജു പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏതായാലും സ്കൂളിന്റെ ഒരു കായിക മാമാങ്കത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചത്. നിങ്ങൾ തന്നെ പറഞ്ഞു, ഇന്ന് സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പരിപാടി ഞങ്ങൾ നടത്തുന്നത്. നമുക്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്നുള്ളത് വളരെ മുൻപന്തിയിൽ നിൽക്കേണ്ട ഒന്നാണ്. കാരണം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് നമ്മൾ ഓരോരുത്തരും കായിക മത്സരങ്ങളിൽ കായികപരമായി നമ്മൾ എപ്പോഴും നല്ല രീതിയിലുള്ള പരിശീലനം ആർജിച്ചാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം കൂടി ഉയരുകയുള്ളൂ. കാരണം നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കായികപരമായി വിവിധ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആന്തരികമായ പല ഹോർമോണുകൾ, നമ്മുടെ
നമ്മുടെ എപ്പോഴും ഉത്സാഹഭരിതരാക്കുന്ന ചില ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാൻ നമ്മുടെ കായിക സ്പോർട്സ് ആക്ടിവിറ്റീസ് സാധിക്കുമെന്നതാണ് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ശാസ്ത്രം പോലും പറഞ്ഞു വെക്കുന്നത്. പല അസുഖം മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ എപ്പോഴും മൈൻഡ് നമ്മുടെ മോശം എന്താ പറയുക കോശങ്ങളുടെ അപജയ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കായിക പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്സിറ്റോസിനും എൻഡോർഫിൻ പോലുള്ള ഹോർമോണുകളുടെ ഉൽപാദനത്തിന് നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഓരോരുത്തരും എൻഗേജ് ആവാൻ. പ്രിൻസിപ്പൽ സാജിദ് മാസ്റ്റർ, PTA പ്രസിഡന്റ് തഫ്ലീം മാണിയാട്ട്, പ്രധാനാധ്യാപകൻ നിസാർ മാസ്റ്റർ, AK സക്കരിയ, ബഷീർ ചെറിയാണ്ടി, ഷാജിർ കതിരൂർ, ബീന, സ്റ്റാഫ് സെക്രട്ടറി ബഷീർ, അമീന നൂറ എന്നിവർ സംസാരിച്ചു. വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. ബഹുമാനപ്പെട്ട സൈക്കിൾ ഇൻസ്പെക്ടർ പോലീസ് വിജയ് പ്രകാശ് സാർ സല്യൂട്ട് സ്വീകരിച്ചതോടുകൂടി നമ്മുടെ മനോഹരമായ മാർച്ച് പാസ് ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ ഹൗസുകൾ തമ്മിൽ നടക്കുന്ന വാശിയേറിയ സ്പോർട്സ് ഡേ മത്സരത്തെ ഏറ്റവും ആവേശം സ്വീകരിച്ചതോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ 5 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നടക്കുന്നത്. മനോഹരമായ മാർച്ച് പാസ്. ഓട്ട മത്സരം. അന്തരിച്ച വിമുക്ത ഭടൻ സുബേദാർ മേജർ ചെമ്പാട് അരിയാക്കുലിലെ PP ജയപ്രകാശിനെ അനുസ്മരിച്ചു. തലശ്ശേരി സിഗ്നലേഴ്സിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. തലശ്ശേരി സിഗ്നലേഴ്സിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ജയപ്രകാശ്. തലശ്ശേരി ഗുരുധർമ്മ സമാജം ഹാളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. KS ജയപ്രകാശ് അധ്യക്ഷനായി. ME മുകുന്ദൻ, VK പത്മനാഭൻ, VK ദേവരാജൻ, സുരേന്ദ്രനാഥൻ ബാബു, K ശങ്കർദാസ്, AK രാമകൃഷ്ണൻ, M ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ശേഷം 18ാമത്തെ വയസ്സിൽ കോളേജ് ഓഫ് സയൻസിൽ ജോയിൻ ചെയ്യും. 30 വർഷം അദ്ദേഹം വിവിധ മേഖലകളിൽ സർവീസ് ചെയ്യുകയും 2013 48ാമത്തെ വയസ്സിൽ അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹം എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും എല്ലാവരും വളരെ നല്ല സാന്നിധ്യമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. എന്നാൽ നല്ലൊരു എന്താണ് കമ്മ്യൂണിക്കേഷൻ വാരിയർ, ഇപ്പോഴത്തെ പുതിയ രീതിയിൽ പറയുന്ന പോലെ ആ ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ വാരിയറായിരുന്നു. വാലളം ഉക്കണ്ടൻ പീടിക PP അനന്തൻ റോഡിൽ മണ്ടോത്തുങ്ങണ്ടി ജയൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. രതിയാണ് ഭാര്യ. സിംന, സിൽന എന്നിവർ മക്കളും രാജേഷ്, രമിത്ത് എന്നിവർ മരുമക്കളുമാണ്. കണ്ണൂർ ശ്രീനാരായണ കോളേജ് എക്കണോമിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്കണോമിക്സ് അലൂമിനി അസോസിയേഷൻ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവ സംയുക്തമായി ട്രാഫിക് നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു.
ആഗസ്റ്റ് 11 നടക്കുന്ന പരിപാടിയുടെ ആലോചനാ യോഗം ചേർന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.പി. പ്രശാന്തിന്റെ ചേംബറിലാണ് യോഗം ചേർന്നത്. ആഗസ്റ്റ് 11 SN കോളേജ് ഓഡിറ്റോറിയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടക്കും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്, എക്കണോമിക് അലുമിനി അസോസിയേഷൻ ആൻഡ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവ സംയുക്തമായാണ് റോഡ് ട്രാഫിക് നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് M. വാസുദേവൻ, ഡോക്ടർ T.O. ജയശ്രീ, അലുമിനി അഡ്വൈസർ C.O.K. അലവി, വൈസ് പ്രസിഡന്റ് K.V. ജയപ്രകാശ്, സെക്രട്ടറി P.T. സപ്ന, ശ്രീകാന്ത് ചേനോളി, A.P. രാകേഷ്, നീന, K. ഷീബ, ഷൈനി അനൂപ് കുമാർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സി സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസിലെ പ്രതികൾക്ക് നാട്ടിൽ അനുവദിച്ച യാത്രയപ്പ് വിവാദത്തിൽ പ്രതികരിച്ച് കെ ശൈലജ. തന്റെ അറിവിൽ അവർ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും മാന്യമായി ജീവിതം നയിക്കുന്നവരാണെന്നും ശൈലജ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനിക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. സംഭവത്തിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും DGP. ADN നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കോടതിയിൽ. ഹർജി കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാണിച്ച്. പള്ളൂർ സർവീസ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കെ സ്കൂട്ടർ തീപിടിച്ച് കത്തിനശിച്ചു. കത്തിയത് KL 18Y6491 നമ്പർ സ്കൂട്ടർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.